ഫുഡ് പ്രോഡക്ട്സ് ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളൊരു സെഗ്മെൻറ്റാണ്. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ലാർജ് സ്കെയിലിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഇത് വേരിയബിൾ ഡേറ്റയാണ്, കാരണം നമ്മൾ ഇന്ന് പാക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വേണം ആഡ് ചെയ്യാൻ. ഒരു ലാർജ് സ്കെയിൽ ഫുഡ് സ്റ്റഫ് ബിസിനസിന്റെ പാക്കിംഗ് സെക്ഷനിലേക്ക് ഏതൊക്കെ മെഷീൻസ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? ഫുഡ് പ്രോഡക്ട്സ് ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളൊരു സെഗ്മെൻറ്റാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആൾക്കാർ കൂടുതലും ഫുഡ് ക്വാളിറ്റിയിൽ ഇന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. നല്ല ഫുഡ്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പറ്റിയൊക്കെ ആൾക്കാർ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ലാർജ് സ്കെയിലിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാർജ് സ്കെയിലാവുമ്പോൾ മാനുവലി നമ്മളതൊക്കെ നോക്കുന്നത് കുറേ കൂടി ടഫായിട്ടുള്ളൊരു പോർഷനാണ്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീൻസാണ് ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസ്. അതായത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഹാൻഡ് ടച്ച് ഒന്നും കൂടാതെ നമ്മളുടെ പാക്കറ്റിനകത്തായിട്ട്, പാക്കറ്റാവട്ടെ അല്ലെങ്കിൽ ബോട്ടിൽസിലാവട്ടെ ഏതാണോ മീഡിയം അതിനകത്തായിട്ട് ഫില്ല് ചെയ്ത് സീല് ചെയ്ത് പുറത്ത് വരുന്ന മെഷീൻസാണ് ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ കൂടുതലും പാക്കറ്റ്സിലാണ് വരുന്നത്. പാക്കറ്റ്സിനകത്താണെങ്കിൽ നമ്മളുടെ ഫിനിഷ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മളുടെ മെഷീനിൽ ലോഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ട അളവ് സെറ്റ് ചെയ്യുന്നു. ഈ അളവിനനുസരിച്ച് പാക്കറ്റ് ഫോം ചെയ്ത് അതിനകത്തായിട്ട് മെറ്റീരിയൽ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് അതുപോലെ തന്നെ അതിനകത്ത് ബാച്ച് നമ്പർ കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് നമുക്ക് അത് സിംഗിൾ പൗച്ചായിട്ടും വരുന്നുണ്ട്, അതല്ല ഒരു ചെയിനായിട്ട് ഒരു 10 എണ്ണത്തിൻ്റെ ബാച്ച് പോലെ വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്ന മെഷീൻസ് പാക്കറ്റ്സിന് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് തന്നെ നമുക്ക് ബോട്ടിൽസിലാണെങ്കിൽ ബോട്ടിൽസ് ലോഡ് ചെയ്ത് കൊടുത്താൽ അത് മൂവ് ചെയ്ത് കൺവെയറിൽ മൂവ് ചെയ്ത് വന്ന് ഫില്ല് ചെയ്ത് അതിൻ്റെ പുറത്ത് ഫോയിൽ കോട്ട് ചെയ്ത് ക്യാപ്പ് ചെയ്ത് ലേബൽ ഒട്ടിച്ച് ബാച്ച് നമ്പർ പ്രിൻ്റ് ചെയ്ത് വരുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ലാർജ് വോളിയം ചെയ്യുമ്പോഴാണ്, അതായത് നമുക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ് സിംഗിൾ വോളിയം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ബിസിനസ്സുകാർക്കും പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, പക്ഷേ ഐറ്റംസ് ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് വെറൈറ്റി ഓഫ് സൈസസിലായിരിക്കും അവർ പാക്ക് ചെയ്യുന്നത്. 100 ഗ്രാം 200 ഗ്രാം 500 ഗ്രാമൊക്കെ പെർ ഡേ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ടാവും. അത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ സൈസ് സെറ്റ് ചെയ്താൽ ഇതിനകത്ത് കവർ ഫോം ചെയ്യാനെടുക്കുന്ന ഫോമറിനൊക്കെ നമ്മൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം. ഇതിനെടുക്കുന്ന ടൈം നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വരാനൊക്കെ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ മെഷീനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓപ്പറേഷണൽ കോസ്റ്റിന് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല ഐറ്റംസ് കുറേച്ചേ ഉള്ളൂ എന്ന് വരുമ്പോൾ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഹൈ എൻഡ് സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫില്ലിംഗ് മെഷീൻ സെപ്പറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സീലിംഗ് മെഷീൻ സെപ്പറേറ്റ് ആയിരിക്കും, ബാച്ച് കോഡിംഗ് മെഷീൻ സെപ്പറേറ്റ് ആയിരിക്കും. ഫില്ലിംഗ് മെഷീൻസൊക്കെ നമുക്ക് മിനിറ്റിൽ 5 പാക്കറ്റ് മുതൽ നമുക്കൊരു 10-15 പാക്കറ്റ് വരെയൊക്കെ ചെയ്യാവുന്ന ഫില്ലിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. ഫില്ലിംഗ് മെഷീൻസ് തന്നെ മെറ്റീരിയലിനനുസരിച്ച്, ഇപ്പോൾ ഗ്രാനുവൽസിനാണെങ്കിൽ സെപ്പറേറ്റ് മെഷീനാണ്, പൗഡേഴ്സിന് സെപ്പറേറ്റ് മെഷീനാണ്, ലിക്വിഡായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് മെഷീൻസ് അവൈലബിൾ ആണ്. ഇനി പേസ്റ്റ് രൂപത്തിലുള്ള നമ്മുടെ സോസസ് അല്ലെങ്കിൽ ക്രീംസ് ഇതിനൊക്കെ പറ്റിയ മെഷീൻസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഒരു ഫില്ലിംഗ് മെഷീൻ നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, പ്ലസ് അതിൻ്റെ ഒരു സീലർ. ഇപ്പോൾ പാക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ബാൻഡ് സീലേഴ്സ് എന്ന് പറഞ്ഞ മോഡൽസ് വരുന്നുണ്ട്. സെമി ഓട്ടോമാറ്റിക് മെഷീൻസാണ്. മിനിറ്റിൽ നമുക്കൊരു 15-20 പാക്കറ്റൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോട്ടിൽസ് വരുന്നതിന് ഇൻഡക്ഷൻ സീലേഴ്സ് വരുന്നുണ്ട്. ഇൻഡക്ഷൻ സീലർ ആകുമ്പോൾ നമുക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഫോയിൽ ക്യാപ്പ് ചെയ്ത് കൺവെയറിൽ വെച്ച് കൊടുത്താൽ പോയി ഇൻഡക്ഷനായി അപ്പുറത്ത് വരും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം ലേബലിംഗ് മെഷീൻസ്. നമ്മൾ ബോട്ടിൽസിലൊക്കെ ചെയ്യുമ്പോൾ മാനുവലി നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റിന് വ്യത്യാസം ഉണ്ടാവും. 10 പ്രോഡക്റ്റ് എടുത്ത് വെച്ചാൽ 10ലും ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ ഒട്ടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് സ്റ്റിക്കർ ലേബലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതിന് ശേഷം പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ബാച്ച് കോഡിങ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ ബാച്ച് നമ്പർ, MRP ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഇത് വേരിയബിൾ ഡേറ്റയാണ്, കാരണം നമ്മൾ ഇന്ന് പാക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വേണം ആഡ് ചെയ്യാൻ, നാളത്തെ ഡേറ്റ് വേണം. പക്ഷേ നമ്മൾ ഇതിൻ്റെ പൗച്ചസൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലാർജ് ക്വാണ്ടിറ്റി വേണം നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഹ്യൂജ് വോളിയത്തിൽ നമുക്കിങ്ങനെ പല ഡേറ്റിൽ മാറി പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻറ്റ് ചെയ്യുന്നതാണ്. അതിന് പറ്റിയ സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. കൺവെയറിൽ നമുക്ക് പൗച്ചസ് ലോഡ് ചെയ്താൽ മാനുവലി ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാക്കർ കൺവെയേഴ്സ് എന്ന് പറയും, ബണ്ടിലായിട്ട് വെച്ചാൽ ഓരോന്നെടുത്ത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്.
അത് തന്നെ നമുക്ക് കുറച്ചുകൂടി ബോണ്ടിങ് കപ്പാസിറ്റി, അതായത് പ്രിൻ്റ് ചെയ്യുന്ന മാറ്ററിൻ്റെ ബോണ്ടിങ് കപ്പാസിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ CIJ പ്രിൻറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ലേസർ കോഡിങ് മെഷീൻസും അവൈലബിൾ ആണ്. ലേസർ കോഡിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എൻഗ്രേവ് ചെയ്യുന്നതാണ്, പെർമനൻറ്റ് മാർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾക്ക് MNC പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയാൽ, അതായത് നമ്മളിപ്പോൾ ലേസ് മുതലായ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിനകത്തെല്ലാം ഇപ്പോൾ വരുന്ന ലേസർ കോഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്സിന് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് എന്ത് ക്വാണ്ടിറ്റി പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒത്തിരി ഡിഫറെൻറ്റ് ഐറ്റംസ് കുറേശ്ശെ ക്വാണ്ടിറ്റി വീതം ഒരു ലാർജ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് കൂടുതൽ വോളിയം വെച്ച് പെർ ഡേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസിനകത്തായിട്ട് മൂവ് ചെയ്യാവുന്നതാണ്.